നിങ്ങളെല്ലാവരും തോക്കെടുത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം, നമ്മളെ പട്ടാളക്കാർ എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ കെൽപ്പാണത്. ലോകത്തിൽ ഒരു രാജ്യത്തിനും ഈ ഒരു അവസ്ഥ വരെയില്ല, വന്നാല് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും അറിയാൻ പാടില്ലാത്ത വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ കൂടി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം സംഭവിച്ചിരുന്നു. പക്ഷേ ഈ രവീന്ദ്ര സിംഗ് ഒരു ഹിന്ദുവായിട്ടുള്ള എന്നോട് എപ്പോഴും പറയും, എൻ്റെ കയ്യിൽ റൈഫിൾ കിട്ടിയാൽ ഞാൻ 100 ഹിന്ദുക്കളെങ്കിലും വെടിവെച്ചു. പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഗുരുദാസ്പൂർ ജില്ല. ആ ഒരാഴ്ച മുൻപാണ് എൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നത് കേരളത്തിൽ. പക്ഷേ എൻ്റെ മുൻപിൽ എൻ്റെ അപ്പൂപ്പൻ വന്ന് നിൽക്കുന്നോട്ട് എനിക്ക് തോന്നുന്നത്, ഇവനെ രക്ഷിക്കേ, എൻ്റെ അപ്പൂപ്പൻ എൻ്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്. ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ പ്രൈം മിനിസ്റ്ററുടെ ഉരുക്കുമുഷ്ടിയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തിയും കൊണ്ട് മാത്രമാണ് അത് നമ്മളുടെ രാജ്യത്തെ, നമ്മൾ ഈ രാജ്യത്തെ സേവിക്കുന്നു. പക്ഷേ നമ്മളുടെ അച്ഛനമ്മയെയും ഭാര്യയെയും പെങ്ങളുമാരെയും എല്ലാം ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ സൈന്യം ദ്രോഹിക്കുന്നു. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരിച്ചടിക്കണം. ഈ റിക്രൂട്ട്സിനോട് പറയുകയാണ്, നമ്മളുടെ ഖാലിസ്ഥാന് വേണ്ടിയിട്ട് പോരാടണം, നിങ്ങളെല്ലാവരും തോക്കെടുത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം, നമ്മളെ പട്ടാളക്കാർ എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ കെൽപ്പാണത്. ലോകത്തിൽ ഒരു രാജ്യത്തിനും ഈ ഒരു അവസ്ഥ വരെയില്ല, വന്നാല് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ ഈ ചോരയുടെ മണം കണ്ടിട്ടാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് രവീന്ദ്ര സിംഗ്, ഒരു വശത്ത് സുഖവീന്ദർ സിംഗ്. സർ, ഓപ്പറേഷൻ രക്ഷക് പഞ്ചാബിൽ നടന്നിട്ടുള്ള വലിയ ഐതിഹാസികപരമായിട്ടുള്ള വാറിനെ പറ്റി അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ പറ്റി നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്നും ഇന്ത്യയിൽ അതിൻ്റെ ചില അലയൊലികൾ പലപ്പോഴും പലയിടങ്ങളിലും കേൾക്കാറുണ്ട്. സിഖ് കലാപമൊക്കെ അതേ തുടർന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സർ, പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോടനുബന്ധിച്ച് നടന്ന സംഭവവികാസങ്ങളാണ് ഈ പഞ്ചാബിലെ ഈ ഓപ്പറേഷൻ രക്ഷക് 2ലേക്കും എത്തിച്ചേർന്നത്. അതായത് ഖാലിസ്ഥാൻ വിമോചന പോരാളികൾ, ഖാലിസ്ഥാൻ തീവ്രവാദികൾ, അവരുടെ ഉത്ഭവം തന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ നിന്നാണ്. അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതകളിലേക്ക് നമ്മൾ കിടക്കണമല്ലോ. ഞാനൊരു പട്ടാളക്കാരൻ എന്ന നിലയിൽ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളിലേക്ക് കിടക്കണം. എന്ന് വെച്ചാൽ പഞ്ചാബിലെ അകാലിദളിനെതിരായിട്ട് ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റിന് ശ്രമിച്ച ഭിന്ദ്രൻവാലയ്ക്ക് മറ്റു ഇതര ശക്തികളിൽ നിന്നുള്ള ഒരു സഹായം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ഒരു ടെററിസ്റ്റ് മൂവ്മെൻ്റാണ് ആക്ച്വൽ ഈ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്. അപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പഞ്ചാബിനെ വേർപെടുത്തുക എന്നുള്ളതാണ്. പഞ്ചാബ് വേർപെട്ട് കഴിഞ്ഞാൽ, അതായത് 2 വൻ രാജ്യങ്ങൾക്ക് നടുവിലൊരു ബഫർ കൺട്രി രൂപാന്തരപ്പെട്ടാൽ, ബഫർ കൺട്രി എന്ന് വെച്ചാൽ 2 വൻ ശക്തികൾക്കിടയിൽ വരുന്ന ചെറിയ രാജ്യങ്ങൾ, അതായത് ഇപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും നടുക്ക് നിൽക്കുന്ന നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ അത്രയും ദൂരം നമ്മൾക്ക് അതിർത്തി സംരക്ഷിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒരു വൻ ശക്തിയിൽ നിന്നുള്ള ഒരു ആക്രമണത്തെ നമ്മൾക്ക് ഭയപ്പെടേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു കണക്കൂട്ടലും കൂടി ഉണ്ടായിരുന്നു. പഞ്ചാബ് മറ്റൊരു രാജ്യമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് പിന്നെ ആ പഞ്ചാബ് എന്ന് പറയുന്ന അതിബൃഹത്തായിട്ടുള്ള അതിർത്തി പ്രദേശത്തെ പാകിസ്ഥാന് കാത്തുരക്ഷിക്കേണ്ടതായിട്ടുള്ള, പാകിസ്ഥാന് ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അവിടെ ഒരു രാജ്യം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പഞ്ചാബ്, അതായത് ഒരു ഖാലിസ്ഥാൻ രാജ്യം അവിടെ രൂപപ്പെട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഇന്ത്യക്ക് അതൊരു തലവേദനയായിട്ട് മാറുകയും പാകിസ്ഥാന് അതൊരു സഹായമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പാകിസ്ഥാൻ്റെ ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു രഹസ്യ പരിപാടിയായിരുന്നു ഈ ഖാലിസ്ഥാൻ തീവ്രവാദം. അപ്പോൾ ഈ ഖാലിസ്ഥാൻ തീവ്രവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സംഭവിക്കുന്നു. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലാണല്ലോ സുവർണക്ഷേത്രത്തിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ നടത്തുകയും ഏകദേശം 2000-ലധികം ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊല്ലുകയും ഭിന്ദ്രൻവാല അടക്കമുള്ള ഈ ഉഗ്രവാദികളുടെ നാശത്തോടുകൂടി ഈ തീവ്രവാദത്തിന് ഒരു അന്ത്യം സംഭവിക്കും എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ കാഴ്ചപ്പാട്. പക്ഷേ ആ ഓപ്പറേഷനോടനുബന്ധിച്ച് ഈ തീവ്രവാദം അവസാനിക്കുകയല്ല ചെയ്തത്. എന്ന് വെച്ചാൽ അതിന് മറ്റു മാനങ്ങൾ കൈവരികയാണ് ചെയ്തത്.
ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം പഞ്ചാബിലെ ജനത മൊത്തം ഇന്ത്യക്കെതിരാകുകയാണ്. എന്ന് വെച്ചാൽ പഞ്ചാബികളെ, അതായത് സിഖുകാരെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ടെമ്പിൾ, അതായത് സുവർണക്ഷേത്രം എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവരുടെ എന്ന് വെച്ചാൽ സർവ ഉന്നതിയിലുള്ള ഒരു എല്ലാമായിട്ടുള്ള ഗുരുദ്വാരയാണത്. ഗുരു ഗ്രന്ഥ സാഹിബിനെ പൂജിക്കുന്ന അവിടെയാണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത്. അപ്പോൾ ഭൂരിപക്ഷം പഞ്ചാബികളുടെ ഇടയിലും ഇതൊരു ഇന്ത്യൻ വിരോധമായിട്ട് മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ദിരാഗാന്ധി വധവും പിന്നീട് ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ജനറൽ വൈദ്യയെ ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് വെടിവെച്ചു കൊല്ലുന്നതെന്ന് തോന്നുന്നു. ജനറൽ വൈദ്യയുടെ സുരക്ഷ മുൻനിർത്തി ജനറൽ വൈദ്യനെ ഇന്ത്യൻ സൈന്യം ആഫ്റ്റർ പെൻഷൻ വിദേശത്തേക്ക് അയക്കുന്നുണ്ട്. ആ വിദേശ രാജ്യത്ത് എന്നിട്ടാണ് ഖാലിസ്ഥാൻ തീവ്രവാദി ജനറൽ വൈദ്യനെ പോലും വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ ഈ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം നടന്ന ഒരു സംഭവം നമ്മുടെ വാർത്താമാധ്യമങ്ങൾ അധികം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും അറിയാൻ പാടില്ലാത്ത വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ കൂടി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം സംഭവിച്ചിരുന്നു. അത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചങ്കുറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയൊരു കലാപം ഇന്ത്യയിൽ സംഭവിക്കാമായിരുന്ന ഒരു കലാപത്തെ അടിച്ചമർത്തുന്നത്. ഇത് എങ്ങനെ ഞാനറിഞ്ഞു എന്ന് വെച്ചാൽ, എൻ്റെ സഹസൈനികർ, ഞാൻ പഞ്ചാബിലേക്ക് ഈ ഓപ്പറേഷൻ രക്ഷകിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് ആണ് ഞാൻ പഞ്ചാബിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹസൈനികരിലൂടെയാണ് ഞാൻ ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഹസൈനികർ, അതിൽ ഒരു സൈനികൻ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടക്കുമ്പോഴുള്ള ആ സമയത്ത് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. ഇവൻ്റെ ആ പട്ടാളക്കാരൻ്റെ പേരാണ് രവീന്ദർ സിംഗ്. ഈ രവീന്ദർ സിംഗ് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. എനിക്ക് രവീന്ദർ സിംഗിനെ കൂട്ട് അതത്രയും അടുത്തൊരു സുഹൃത്ത് സൈന്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനെന്ന് വെച്ചാൽ രവീന്ദർ സിംഗിന് ജീവനാണ്, അതുകൊണ്ട് എനിക്കും. പക്ഷേ ഈ രവീന്ദർ സിംഗ് ഒരു ഹിന്ദുവായിട്ടുള്ള എന്നോട് എപ്പോഴും പറയും, എൻ്റെ കയ്യിൽ റൈഫിൾ കിട്ടിയാൽ ഞാൻ 100 ഹിന്ദുക്കളെങ്കിലും വെടിവെച്ചുല്ലോ. ഹിന്ദുക്കളോട് അത്രയധികം വിരോധം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തി. എന്ന് വെച്ചാൽ രവീന്ദർ സിംഗിനെ ഈ പോലീസ് അതിക്രൂരമായിട്ട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ ടൈമിൽ മർദ്ദിച്ചെന്ന് പറയുന്നത്, ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടക്കുന്ന ആ കാലഘട്ടത്തിൽ പഞ്ചാബിനെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും വെട്ടിമുറിക്കുകയെന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂണിക്കേഷനും അന്ന് മുറിച്ചു മാറ്റപ്പെട്ട് പഞ്ചാബിൽ ഇന്ത്യയിലോട്ടും ലോകത്തിലോട്ടുമുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും മാറ്റിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തുന്നത്. ആ സമയത്ത് ഇവിടെ റേഡിയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു, റേഡിയോ പോലും വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനായിരുന്നു പഞ്ചാബിൽ. ആ സമയത്ത് ഈ രവീന്ദർ സിംഗിൻ്റെ വീട്ടിൽ നിന്ന് എന്തോ ഒരു റേഡിയോ ടേപ്പ് റെക്കോർഡിൽ നിന്നുള്ള സൗണ്ട് വന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ, ആരോ ഒറ്റിക്കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ ഒരു പഞ്ചാബിലെ ജമീന്ദാർ കുടുംബത്തിലെ പട്ടാളക്കാരനാണ്, സാധാരണക്കാരനല്ല. ഇവനെ പോലീസുകാർ വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയി അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അതിനുശേഷമാണ് ഇവനെ തുറന്നു വിടുന്നത്. അന്ന് തുടങ്ങി ഈ രാജ്യത്തിനോട് അവന് വളരെയധികം വിരോധമുണ്ട്. പക്ഷേ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്രാജുവേറ്റ്, അവൻ്റെ സ്വപ്നങ്ങൾ ഒട്ടനവധി സ്വപ്നങ്ങളുള്ള രവീന്ദർ സിംഗിന് വീണ്ടും അവന് ഇന്ത്യൻ സൈന്യത്തിലേക്ക് തന്നെ നിലനിൽപ്പിന് വേണ്ടി ചേരേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമ്മാനിച്ചത്. ഇനി മറ്റൊരു സൈനികൻ, അപ്പം ഞാൻ പഞ്ചാബിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, രവീന്ദർ സിംഗിൻ്റെ ഈ കഥയെന്ന് പറയുന്നത് ഈ സഞ്ചരിച്ച് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം സഞ്ചരിച്ച് KPS ഗില്ലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കഥ, KPS ഗില്ല് വരെ എത്തി നിൽക്കുന്നുണ്ട്. അതൊരു നോവൽ ആക്കാവുന്നൊരു കഥയാണ്. ഞാൻ 5-8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പഞ്ചാബിനെ കുറിച്ചൊരു ബൃഹത്തായിട്ടുള്ള നോവൽ പോലും വരുന്നുണ്ട്. അപ്പോൾ ഈ രവീന്ദർ സിംഗിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ, ആദ്യം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇവൻ വീണ്ടും നല്ലൊരു ജീവന് വേണ്ടിയിട്ട് ഇവൻ ഇന്ത്യൻ സൈന്യത്തിലോട്ട് ചേരണം. അതല്ലാണ്ട് അവന് വേറെ രക്ഷയില്ല. സമ്പന്ന കുടുംബമാണ്. പക്ഷെ എന്നാലും പോലീസിൻ്റെ ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ സൈന്യത്തിലേക്ക് ചേരുന്നത്. അങ്ങനെ ഇവൻ സൈന്യത്തിലേക്ക് ചേർന്ന് ഞങ്ങൾ പട്ടാൻകോട് ഈ OP രക്ഷകന് ഈ സമയത്ത് സർവീസ് ചെയ്യുന്ന ഒരു ദിനത്തിൽ ഇവൻ എന്നെ എപ്പോഴും ഇവൻ്റെ വീട്ടിലേക്ക് വിളിക്കും. ഇവൻ്റെ വീട്, ഞാൻ സർവീസ് ചെയ്യുന്ന പട്ടാൻകോട് എന്ന് പറയുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു പുരാതന പട്ടാണി രജപുത്രന്മാരുടെ നഗരിയാണ് ഈ പട്ടാൻകോട്. അത് ലോകത്തിൽ തന്നെ
ബസുമതി അരിയുടെ പേറ്റന്റ് ഉള്ള സ്ഥലവും കൂടിയാണ് പട്ടാൻകോട്. ലോകത്തിൽ ബസുമതി അരി വിളയുന്ന സ്ഥലങ്ങളാണ് പട്ടാൻകോടും ജമ്മു. ജമ്മു കാശ്മീരിലെ ജമ്മു ഡിസ്ട്രിക്റ്റും പഞ്ചാബിലുള്ള ഈ ഗുരുദാസ്പൂർ ജില്ലയിലെ ഈ പട്ടാൻകോട്. അപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ സമയത്ത് പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഗുരുദാസ്പൂർ ജില്ല. ഈ ഗുരുദാസ്പൂർ ജില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഗുരുദാസ്പൂർ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഞാനിപ്പോൾ രണ്ടുപേരിൽ ഒരാളുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രവീന്ദർ സിംഗിൻ്റെ. എൻ്റെ കൂടെ നടന്നു നീങ്ങിയ സന്തത സഹചാരിയ രവീന്ദർ സിംഗിനോടൊപ്പം ഈ ഓപ്പറേഷൻ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കഥയാണ്. മറ്റൊരാളുടെ അത് പിന്നീട് പറയാം. അപ്പോൾ ഈ ഗുരുദാസ്പൂർ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് KPS ഗില്ലിൻ്റെ ഈ തീവ്രവാദ വിരുദ്ധ പോരാട്ടം നടക്കുന്നത്. KPS ഗില്ല് പഞ്ചാബിൽ അടിച്ചമർത്തുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് തീവ്രവാദികൾക്കെതിരെ സ്വീകരിച്ചത്. എന്ത് വില കൊടുത്തും തീവ്രവാദത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുക. അതിശക്തനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് KPS ഗില്ല്. അപ്പോൾ ഈ KPS ഗില്ലിൻ്റെ സമയത്ത് അവിടെ ഹൗസ് റെയ്ഡ് നടക്കും. ഓരോ ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടത്തും. അപ്പോൾ ഈ റെയ്ഡുകളെല്ലാം നടക്കുമ്പോൾ ആ വീട്ടിൽ ആ റേഷൻ കാർഡിൽ ഒരു പേരില്ലാത്തൊരു വ്യക്തി, മൂന്നാമത് റേഷൻ കാർഡിൽ പേരില്ലാത്ത ആ വീട്ടിലെ അംഗങ്ങളുടെ അധികം ആരെങ്കിലും ഒരു വ്യക്തിയുണ്ട്, അവൻ്റെ പേര് റേഷൻ കാർഡിൽ ഇല്ല എങ്കിൽ KPS ഗില്ലിൻ്റെ പോലീസ് പിടിച്ചുകൊണ്ടും പോയി വെടിവെച്ചു കൊല്ലും. ആ ഒരു അവസ്ഥയാണ്, ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം പഞ്ചാബിൽ നിലനിൽക്കുന്നു. 50 പേരിൽ കൂടുതൽ ഒരു കല്യാണത്തിലും ആളുകൾ പങ്കെടുക്കാൻ പാടില്ല. അത് തീവ്രവാദികളുടെ ഓർഡർ, അത് ലോക്കൽ തീവ്രവാദികളുടെ ഓർഡർ, അത് പോലീസിൻ്റെ ഓർഡർ അല്ല. 50 പേരിൽ കൂടുതൽ ഒരു വിവാഹത്തിന് പഞ്ചാബിൽ പങ്കെടുത്താൽ തീവ്രവാദികൾ ആ കല്യാണം അലങ്കോലപ്പെടുത്തി 51ാമത്തെ ആളെ തുടങ്ങി വെടിവെച്ചു കൊല്ലോ എന്നുള്ള ആ ഒരു ഓർഡർ. വൈകിട്ട് 6 മണിക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ കടകൾ അടഞ്ഞ് നിശബ്ദമാകുന്ന പഞ്ചാബിലെ തെരുവീതികൾ, ആകെ ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലാണ് രവീന്ദർ സിംഗ് എന്നോട് പറയുന്നത്, സലി എൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ വളരെ നാളുകളായി അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം, ഒരു ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച അന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഇവൻ എന്നോട് നമ്മൾക്ക് സാറ്റർഡേ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു, 2 മണിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ 2 മണിക്ക് ശേഷം ഹോഷിയാർപൂരിലേക്കുള്ള ഒരു വണ്ടിയിൽ പട്ടാൻകോട് നിന്ന് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളും, അവൻ്റെ കയ്യിലൊരു ബ്രീഫ് കേസ് ഉണ്ട്. ഈ രവീന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തി സൈന്യത്തിൽ ചേർന്നതിന് ശേഷവും അവൻ SSB ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇനിയും അവന് സ്വപ്നങ്ങളുണ്ട്, അവൻ്റെ സ്വപ്നങ്ങൾ നശിച്ചിട്ടില്ല. ഇനിയും അവന് ആർമിയിൽ നല്ല ലെവലിലേക്ക് ഉയർന്നു വരണം, സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് അറ്റൻഡ് ചെയ്ത് ഇനിയും നല്ലൊരു പ്രൊമോഷനിലൂടെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവൻ അന്ന് SSB ബോർഡ് അറ്റൻഡ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇലഹബാദിൽ നിന്ന് വന്നിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബ്രീഫ് കേസ് കൂടിയുണ്ട്. അതിൻ്റെ അകത്താണ് രവീന്ദർ സിംഗിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഇരിക്കുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എൻ്റെ പോക്കറ്റിലിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് ഇങ്ങനെ പഞ്ചാബിലെ ഉള്ള ഗോതമ്പ് വയലുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ പഞ്ചാബിലെ ഗ്രാമങ്ങളെന്ന് വെച്ചാൽ അതിമനോഹരമാണ്. എന്ന് വെച്ചാൽ ഗോതമ്പ് വയലുകൾ, സ്വർണ്ണ നിറമാർന്ന ഗോതമ്പ് വയലുകൾ. അപ്പോൾ ഞാൻ പലപ്പോഴും പഞ്ചാബിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ ONV കുറുപ്പിൻ്റെ ഒരു ഒരു കവിതയുണ്ട്, ഗോതമ്പ് മണികൾ പേരെറിയാത്തൊരു പെൺകിടാവേ നിൻ്റെ നേരെറിയുന്നു ഞാൻ എന്നുവെച്ചാൽ ആ ഒരു കവിത ONV കുറുപ്പിൻ്റെ. അതെല്ലാം ഞാൻ പഞ്ചാബിലെ ഈ അതിമനോഹരമായിട്ടുള്ള ഈ ഗോതമ്പ് വയലുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകാറുണ്ട്. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ബസ് പല പല സ്റ്റോപ്പുകളിൽ നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രവീന്ദർ സിംഗ് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രവീന്ദർ സിംഗ് ബസ്സിൻ്റെ മുകളിലാണ്, അവിടെ പഞ്ചാബിലെല്ലാം ബസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ലഗേജ് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. രവീന്ദർ സിംഗ് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ബ്രീഫ് കേസ് കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാ, ഞങ്ങൾ നോക്കിയാൽ രവീന്ദർ സിംഗിൻ്റെ ചെറിയ ആ ബ്രീഫ് കേസ് അവിടെ കാണുന്നില്ല. അങ്ങനെ ബസ് അവിടെ നിർത്തിച്ച് എല്ലാ ലഗേജുകളും ചെക്ക് ചെയ്തപ്പോൾ രവീന്ദർ സിംഗിൻ്റെ ബ്രീഫ് കേസ് ഇല്ല. പക്ഷേ ഒരു ബാഗ് എക്സ്ട്രാ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്, ഒരു ബ്രീഫ് കേസ് അവിടെ എക്സ്ട്രാ ആയിട്ട് ഇരിപ്പുണ്ട്. അതിന് അവിടെ ഉടമസ്ഥരില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഏതായാലും ബ്രീഫ് കേസ് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയതായിരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ഇറങ്ങുകയാണ്. അവൻ്റെ വീട്ടിൽ ഹോഷിയാർപൂർ എത്തുന്നതിന് മുൻപായിട്ട് വളരെയധികം കിലോമീറ്ററുകൾക്ക് മുൻപ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ സമയം സന്ധ്യയായി. അങ്ങനെ ആ ലഗേജ്, ആ ബ്രീഫ് കേസ് ഞങ്ങൾ ഒരു ടെലിഫോൺ അന്ന് ഇന്നത്തെ മാതിരി നമ്മളുടെ മൊബൈൽ ഫോണോ മറ്റ് സാമഗ്രികളൊന്നുമില്ല, ഫോൺ വിളിക്കാനായിട്ട് ലോക്കൽ STD ബൂത്തിൽ തന്നെ വേണം. അപ്പോൾ ആ ഗ്രാമത്തിൽ ചെറിയൊരു ഗ്രാമം,
ആ ഗ്രാമത്തിൽ ഒരു പെട്ടിക്കട പോയിട്ടുള്ള ഒരു STD ബൂത്തിലേക്ക് ഞങ്ങൾ ചെല്ലുന്ന ഈ ബ്രീഫ് കേസും കൊണ്ട്. അപ്പോൾ ഈ ബ്രീഫ് കേസ് തുറന്ന് നോക്കാമെന്ന്, തുറന്നാലല്ലേ എന്തെങ്കിലും അവരുടെ അഡ്രസ് പ്രൂഫ് കിട്ടുള്ളൂ, ഫോൺ നമ്പർ ഉണ്ടാകും. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ മേടിച്ച് ഈ ബ്രീഫ് കേസ് കുത്തി തുറക്കുന്നു. ഇത് കുത്തി തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഡ്രസ്സുകൾ, കുറച്ച് ആഭരണങ്ങൾ, കുറച്ച് പൈസ, ഒരു നോട്ട് കിട്ട് എന്ന് വെച്ചാൽ ഒരു യാത്രയ്ക്ക് കരുതിയ പൈസ, കുറച്ച് ആഭരണങ്ങളുണ്ട്, ഒരു ഡയറി ഉണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഡയറി എടുത്ത്, ഈ ഡയറി എടുത്ത് ഫോൺ ചെയ്യാൻ തുടങ്ങി. ആ ഡയറിയിൽ ഒട്ടനവധി നമ്പറുകളാണ്. ഈ നമ്പറുകളെല്ലാം ഡയൽ ചെയ്യുമ്പോൾ ഈ നമ്പറുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂഡൽഹിയിലോട്ടാണ്. എല്ലാ നമ്പറുകളും പോകുന്നത് ന്യൂഡൽഹി. അപ്പോൾ ഞങ്ങൾക്ക് അവസാനം മനസ്സിലായി, അവരുടെ റിയാക്ഷൻസിൽ നിന്ന് മനസ്സിലായി ഇവരൊരു ടൈലർമാരാണ്. ഈ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബ്രീഫ് കേസിൻ്റെ ഉടമ ഒരു ടൈലറാണ് എന്ന് വെച്ചാൽ പലരിൽ നിന്നുള്ള റിയാക്ഷൻ അനുസരിച്ച്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഫോൺ ചെയ്തത്, അതായത് ഉടമനെ കിട്ടണമല്ലോ. അങ്ങനെ വിളിച്ച് ഒരു നമ്പറിൽ ഈ ഇതിൻ്റെ യഥാർത്ഥ ഉടമനെ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഇന്ന ഗ്രാമത്തിൽ, ഹോഷിയാർപൂരിലെ ഇന്ന ഗ്രാമത്തിലുണ്ട്, നിങ്ങളുടെ ബ്രീഫ് കേസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ബ്രീഫ് കേസ് തുറന്നു നോക്കി, സർട്ടിഫിക്കറ്റും സാറിൻ്റെ രവീന്ദ്ര സിംഗിൻ്റെ ആർമി ഐഡൻറ്റിറ്റി കാർഡും ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇന്ന വഴിക്ക് ഒരു വണ്ടി പിടിച്ചുകൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കളക്ട് ചെയ്യാൻ ഞങ്ങളുടെ ബാഗ് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മോസ്റ്റ് വെൽക്കം എന്ന് പറയും, ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അത് ഞങ്ങൾ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ 1996 കാലഘട്ടങ്ങളിൽ ശമ്പളമെല്ലാം വളരെ ചുരുക്കമാണ്. ഒരു 5000 രൂപ താഴെയുള്ള ശമ്പളമുള്ളൂ. പൈസക്ക് വലിയ വാല്യൂ ഇല്ലാത്ത എന്ന് വെച്ചാൽ ചുരുങ്ങിയ പൈസ കൊണ്ട് സഞ്ചരിക്കാവുന്ന ഒരു ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ രണ്ടുപേരുടെയും കൂടി പൈസ കൂട്ടിയാൽ ഒരു 500 രൂപ തികയത്തില്ല. 500 രൂപയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ടെലഫോൺ അന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ STD കോളിന് വളരെ തീവ്രമായിട്ടുള്ള വളരെയധികം ചാർജാണ്. ഒരു കോൾ ചെയ്താൽ 100 രൂപ 150 രൂപയ്ക്കാകും. അപ്പോൾ ഈ STD കോളുകളാണ് ഇതെല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 1000 ചില്ലാനം രൂപയുടെ ഒരു 1500 2000 രൂപയുടെ അടുത്ത് കോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ അവർ രവീന്ദർ സിംഗ് പറയുന്നത് ഈ പൈസയെന്ന്, ഇവരുടെ ഈ പൈസയെന്ന് എടുത്ത് നമ്മൾക്ക് കൊടുക്കാം, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തിരികെ അവർക്ക് പൈസ ഇട്ട് കൊടുക്കുക എന്നുള്ള ഇതിൽ അവരുടെ പൈസയിൽ നിന്ന് ഞങ്ങൾ ഒരു 1000 രൂപയോളം എടുത്തിട്ട് അവിടെ STD ബൂത്തിൽ പേ ചെയ്തിട്ട് ഞങ്ങളൊരു മാരുതി വാൻ വിളിക്കുകയാണ്. ഞങ്ങൾ ഈ മാരുതി വാൻ പിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സമയം ഏകദേശം 8 മണിയോടെ എടുക്കുന്നുണ്ട്, ഒരു പഞ്ചാബിലെ കുഗ്രാമത്തിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ കുഗ്രാമത്തിലോട്ട് ചെന്ന് നിൽക്കുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തുക. പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തി ഞങ്ങൾ ആ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കണം. ഞാൻ പറയും KPS ഗില്ലിൻ്റെ പോലീസ് തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. സംശയാസ്പദമായ രീതിയിൽ 2 പേര്. ഒരാളുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ്, ആ ബ്രീഫ് കേസിൽ ഒരു ഡയറി, കുറച്ച് പൈസ, കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ, അതുകൂട്ടുള്ള ഹൗസ് ഹോൾഡ് കുറച്ച് പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ്. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ ഡ്രസ്സ്. അപ്പോൾ പോലീസ് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളാരാണ്? അപ്പോൾ ഞങ്ങൾ 2 പേരും പറയുന്നുണ്ട് ഞങ്ങൾ ആർമിക്കാരാണെന്ന്. ആ പോലീസ് പറഞ്ഞ് ഐ ഡി കാർഡ് കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പോലീസിന് സബ്മിറ്റ് ചെയ്യുന്നു. അവർ സംതൃപ്തരാണ്. പക്ഷേ ആ പഞ്ചാബിയായിട്ടുള്ള ആ ദേശത്ത് ജനിച്ച് വളർന്ന രവീന്ദ്ര സിംഗിനോട് ഇവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് എവിടെ? ഐഡൻറ്റിറ്റി കാർഡ് ഇല്ല രവീന്ദ്ര സിംഗ്. അപ്പോൾ രവീന്ദ്ര സിംഗ് ഈ കഥ പറയുന്നുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഇങ്ങനെ കളഞ്ഞു പോയതാണ്, ഞങ്ങളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഈ പോലീസ് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ രവീന്ദ്ര സിംഗിൻ്റെ ഷർട്ടിന് പിടിച്ചു വലിച്ച് അവരുടെ ജീപ്പിലോട്ട് തള്ളിയിടുകയാണ്. രവീന്ദ്ര സിംഗിനെ ഈ മാരുതി വാനിൽ നിന്ന് പിടിച്ചിറക്കി പോലീസ് വാനിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് പോലും തള്ളിയിടുകയാണ്. എന്ന് വെച്ചാൽ രവീന്ദ്ര സിംഗിൻ്റെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡില്ല, യാതൊരു തിരിച്ചറിയൽ രേഖകളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് കയറി തടയുന്നു. ഞാൻ ആകെ എന്ന് വെച്ചാൽ വളരെയധികം ഭയപ്പെട്ട ഒരു പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിൽ ശരി, ഒരു 8 മണി രാത്രി അന്തരീക്ഷം എന്ന് പറയുന്ന ആമുഡ് പോലീസ്, എനിക്കറിയാം പോലീസിൻ്റെ കയ്യിൽ റൈഫിൾ ഇരിക്കുകയാണ്. അവിടെ ഇട്ട് ഞങ്ങളെ വെടിവെച്ച് കൊന്നാലും നാളെ ഞങ്ങൾ ഉഗ്രവാദികളായിട്ട് ചിത്രീകരിക്കപ്പെടാം. അങ്ങനെ ഞാൻ പോലീസിൻ്റെ വളരെയധികം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പുറപ്പെടരുത്, ഞാനൊരു ആർമിക്കാരനാണ്. പക്ഷേ ആ സമയത്ത് ബന്ധപ്പെടാനായിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇല്ല, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഇതാണ്, നിങ്ങൾ എൻ്റെ പ്രൂഫിൽ രവീന്ദ്ര സിംഗിനെ വിട്ടയക്കൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പ്രൂഫ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് പ്രൂഫ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ ഈ മരിച്ചു പോയവരുടെ, ഞങ്ങൾക്ക് 2 പേരുടെയും ബുദ്ധിയിൽ യാതൊന്നും ഉദിക്കുന്നില്ല, ഇത് പ്രൂഫ് ചെയ്യാനുള്ള യാതൊരു സംഗതികളും ഉദിക്കുന്നില്ല.
അപ്പോഴാണ് ഈ ഞാൻ മാനസികമായിട്ട് വളരെയധികം ദുഃഖിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ, അവൻ ഇത്രയധികം ജീവിത ദുഃഖങ്ങളിൽ നിന്ന് വന്ന അവൻ്റെ അവസാനവും ഈ ഒരു പോലീസിൻ്റെ കൈ കൊണ്ട് തന്നെ ആയിപ്പോകുമെന്നുള്ളൊരു പേടി. അങ്ങനെ ഞാൻ മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഒരാഴ്ച മുൻപാണ് എൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നത് കേരളത്തിൽ. അപ്പൂപ്പൻ്റെ മരണശേഷം എനിക്ക് അങ്ങോട്ട് വരാനോ കാണാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചില മിത്തുകൾ എന്നൊക്കെ പറയുമല്ലോ, ഞാനും ഇപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എൻ്റെ മുൻപിൽ എൻ്റെ അപ്പൂപ്പൻ വന്ന് നിൽക്കുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ മരിച്ചു അച്ഛൻ്റെ അച്ഛൻ വന്ന് നിന്നിട്ട് പറയാം, സലി പേടിക്കണ്ട, അവരോട് നീ പറയും ഈ രവീന്ദ്ര സിംഗിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെ തന്നെ ഉണ്ട്, ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട്, പോലീസിനെ കൊണ്ട് നീ അങ്ങോട്ട് ചെല്ലേ, പോലീസിനോട് നീ പറയും, എന്തുകൊണ്ട് പറയുന്നില്ല, ഇവനെ രക്ഷിക്കേ, എൻ്റെ അപ്പൂപ്പൻ എൻ്റെ മുന്നിൽ നിന്ന് പറയുന്നു കേട്ട്. ഒരു അത്ഭുതപരമായിട്ടുള്ള ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ പോലീസിനോട് അപ്പം തന്നെ എനിക്ക് ഉള്ളുകൊണ്ടൊരു ഞാൻ പറഞ്ഞു, സാറേ ഈ ഗ്രാമത്തിൽ ഇന്നോടത്ത് ഈ നമ്പറിൽ വിളിച്ചാൽ സാറിന് ഐഡൻറ്റിറ്റി കിട്ടും, സാറൊന്ന് വിളിക്കും, ഞങ്ങളുടെ ഒപ്പം വാ. അങ്ങനെ ഈ നമ്പർ ആ ഡയറി തുറന്ന് പോലീസ് ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ ഞാനിത് കൊടുക്കുകയാണ്. സാറ് ഈ നമ്പറിലൊന്ന് വിളിക്കുക, ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കാർഡ് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത്ര നേരം ഞങ്ങൾക്കിത് പ്രൂഫ് ചെയ്യാനോ സംസാരിക്കാൻ ഉള്ള ബോധം പോയില്ല. എന്ന് വെച്ചാൽ പോലീസ് സർവ്വസന്നാഹമായിട്ട് നിൽക്കുകയാണ്, ഫയർ ചെയ്ത്. എന്ന് വെച്ചാൽ ഒരു പഞ്ചാബിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ വിത്ത് ഐഡൻറ്റിറ്റി ഇല്ലാത്തവർ തന്നെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നിന്ന് വെളിയിലേക്കും പോകാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ തീവ്രവാദികളെ തീർത്തും ഉന്മൂലനം ചെയ്യുക എന്നുള്ള KPS ഗില്ലിൻ്റെ സിദ്ധാന്തം. അപ്പോൾ പോലീസ് അവരുടെ വാക്കി ടോക്കി ഓൺ ചെയ്യുകയും ഈ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ ആ വീട്ടുകാർ അവർക്ക് ഓക്കെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സാറ് ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കാർഡും മറ്റ് രേഖകളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. അപ്പോൾ അവരുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് പോലീസ്. അങ്ങനെയെല്ലാം പോലീസിന് വളരെയധികം അത് കൺഫേം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പറുകൾ നോട്ട് ചെയ്തും എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്തതിന് ശേഷം പോലീസ് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. ജീവിതത്തിൽ പഞ്ചാബിൽ ഒരു പട്ടാളക്കാരൻ തന്നെ ഒരു തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇരയായിട്ട് മാറുന്ന, എന്ന് വെച്ചാൽ പലപ്പോഴും ഞങ്ങളെല്ലാം അതിൽ നിന്ന് വളരെയധികം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ തീവ്രവാദി എന്ന് സംശയിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മൾ മുൻവിധിയോടുകൂടി കാണാൻ പാടില്ല. ചിലപ്പോൾ നിരപരാധികൾ പോലും പെട്ടുപോകാം. എന്ന് വെച്ചാൽ ഞാൻ പെട്ടുപോയതാണ്, ഒരു ജീവന് വേണ്ടി ഞാൻ യാചിച്ചതാണ്. അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങളങ്ങനെ ഈ ഹോഷിയാർപൂർ ജില്ലയിലേക്ക് പോവുകയും ഹോഷിയാർപൂരിൽ അവൻ്റെ വീട്ടിൽ ചെന്നെത്തുകയും വീണ്ടും ആ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കഥയാണ് രവീന്ദർ സിംഗിൻ്റേത്. അതോടൊപ്പം തന്നെ മറ്റൊരു കഥയാണ് സുഖ്വിന്ദർ സിംഗ്. ഇത് രണ്ടും ഞാൻ കൂട്ടിയിണക്കുന്നത് 1954 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ നിന്നാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ വളരെയൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്കറിയാൻ പറ്റാത്ത വാർത്താമാധ്യമങ്ങൾ വളരെയധികം വിട്ടിരുന്ന പക്ഷേ വളരെയധികം പുറത്ത് വിടാത്തതായിട്ടുള്ള ഒരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ പ്രൈം മിനിസ്റ്ററുടെ ഉരുക്കുമുഷ്ടിയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തിയും കൊണ്ട് മാത്രമാണ് അത് അടിച്ചമർത്താൻ കഴിഞ്ഞത്. അതായത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്ത്യൻ സൈന്യത്തിൽ മെജോറിറ്റി പുലർത്തുന്ന സിഖ് റെജിമെൻറ്റ്, സിഖ് ലൈറ്റ് ഇൻഫൻട്രി, 2 റെജിമെൻറ്റുകളുണ്ട് സിഖുകാരുടെ. അപ്പോൾ ഈ സിഖുകാരുടെ പോരാട്ട വീര്യം എന്ന് വെച്ചാൽ ലോകം തന്നെ അംഗീകരിച്ചതാണ്. ഒരിക്കലും അവർ പരാജയപ്പെടത്തില്ല. സിഖുകാർ ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഒന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ മരിക്കും, പക്ഷേ അവൻ പരാജയം സമ്മതിക്കത്തില്ല. അവൻ മരിച്ചു വീഴും, പക്ഷെ അവൻ പരാജയം സമ്മതിക്കത്തില്ല. അതാണ് സിഖ് റെജിമെൻറ്റിൻ്റെ ആ ഒരു ഇത് തന്നെ. ആ സിഖ് റെജിമെൻറ്റിൽ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞെത്തിയ സൈനികർ അവിടെ ചെന്ന് ഇവിടുത്തെ ദുരവസ്ഥകൾ പറയുന്നുണ്ട്. ഈ പട്ടാള റെജിമെൻറ്റിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, പഞ്ചാബിൽ ഇന്ത്യൻ സൈന്യം അഴിഞ്ഞാടുകയാണ്, പഞ്ചാബിൽ നമ്മളുടെ മാതാപിതാക്കളെല്ലാം ദുഃഖിച്ചിരിക്കുകയാണ്, മാതാപിതാക്കളെ കൊല്ലുന്നു, ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടാസ്. യഥാർത്ഥ ഫാക്റ്റ് അല്ല. ഈ ലീവ് കഴിഞ്ഞ സൈനികരി എന്ന് പട്ടാള ക്യാമ്പിൽ ഇങ്ങനെ സിഖ് റെജിമെൻ്റൽ സെൻറ്റർ ഫത്തേഗഡിൽ ചെന്ന് ഇവർ ഈ കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥകൾ പറയുമ്പോൾ അവിടെയുള്ള ഈ പട്ടാളക്കാർക്ക്, സിഖ് റെജിമെൻ്റൽ സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള പട്ടാളക്കാർക്ക് ഇന്ത്യയോട് വളരെ വിരുദ്ധമായിട്ടുള്ളൊരു മനോഭാവം ഉള്ളിൽ വരികയാണ്.
നമ്മളുടെ രാജ്യത്തെ, നമ്മൾ ഈ രാജ്യത്തെ സേവിക്കുന്നു, പക്ഷേ നമ്മളുടെ അച്ഛനമ്മയെയും ഭാര്യയെയും പെങ്ങളുമാരെയും എല്ലാം ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ സൈന്യം ദ്രോഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരിച്ചടിക്കണം. നമ്മൾ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടിയാണ് ഇനി നമ്മൾ പോരാടേണ്ടത്. അങ്ങനെ ഈ പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ ഉള്ളിൽ, പഞ്ചാബ് റെജിമെൻ്റൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ, ബറ്റാലിയനുകളുള്ളല്ല, ബറ്റാലിയനുകൾ പല സ്ഥലത്തും ഡിപ്ലോയിഡ് ആണ്. ഇത് റെജിമെൻ്റൽ സെൻറ്ററാണ്. റെജിമെൻ്റൽ സെൻറ്ററിൽ എന്ന് പറയുന്നത് അവിടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ട്രെയിനിങ് സെൻറ്ററാണ്. അപ്പോൾ ഈ ട്രെയിനിങ് സെൻറ്ററിൽ ഒട്ടനവധി റിക്രൂട്ട്സ് ഉണ്ട്, ആർമി റിക്രൂട്ട്സ്. അപ്പോൾ അവിടുത്തെ കമാൻഡേഴ്സ്, അതായത് കമാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന റാങ്കിലുള്ളവർ, ഇവരോട്, ഈ റിക്രൂട്ട്സിനോട് പറയുകയാണ്, നമ്മളുടെ ഖാലിസ്ഥാന് വേണ്ടിയിട്ട് പോരാടണം, നിങ്ങളെല്ലാവരും തോക്കെടുത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം, നമ്മളെ പട്ടാളക്കാർ. അങ്ങനെ ഒരു വൈകുന്നേരം 1984 ഒരു വൈകിട്ട് ഈ പഞ്ചാബിലെ ഫത്തേഗഡിൽ നിന്ന് 100 കണക്കിന് പട്ടാള ട്രക്കുകളിൽ ഈ റിക്രൂട്ട്സുകളും, അതായത് ട്രെയിനിങ് പൂർത്തിയാക്കാത്ത പട്ടാളക്കാരും അതോടൊപ്പം തന്നെ അവരുടെ സീനിയറായിട്ടുള്ള പട്ടാളക്കാരും ആംസ് ആൻഡ് അമ്യൂണിഷൻ എടുത്തുകൊണ്ട് പഞ്ചാബിലേക്ക് യാത്ര ചെയ്യും. യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്യാൻ, ഇന്ത്യൻ ആർമിയിൽ മ്യൂട്ടിനി, അതാണ് സിഖ് മ്യൂട്ടിനി എന്ന് പറയുന്നത്. ഫത്തേഗഡിലേക്ക് ഇവർ ഫത്തേഗഡിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ റെജിമെൻ്റ് സെൻറ്റർ നിന്ന് ഈ മ്യൂട്ടിനി സംഭവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അമ്യൂണിഷൻസ് വെച്ചാൽ അമ്യൂണിഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ അമ്യൂണിഷൻ സെൻറ്ററിൻ്റെ കാവൽക്കാരനുണ്ടാവുമല്ലോ, അവിടുത്തെ ഇൻചാർജ്, ആ ഇൻചാർജ് അമ്യൂണിഷൻ ഡിപ്പോ തുറക്കുവാൻ വിസമ്മതിച്ചപ്പോൾ അയാളെ വെടിവെച്ച് വന്നു. പിന്നെ ഇവരൊരു കമാൻഡർ, ഒരു മേജർ, ഒരു സൗത്ത് ഇന്ത്യൻ, അയാളും ഇവർക്കെതിരായിട്ട് നിന്നപ്പോൾ അയാളെയും വെടിവെച്ച് വന്നു. എന്ന് വെച്ചാൽ എതിർത്ത എല്ലാവരെയും ഫത്തേഗഡിൽ ഈ പട്ടാളം തന്നെ വെടിവെച്ച് വന്നു. അങ്ങനെയാണ് ഇവർ ആംസ് ആൻഡ് അമ്യൂണിഷനും വണ്ടികളും സംഭരിച്ചുകൊണ്ട് ഈ പഞ്ചാബിലേക്ക് നീങ്ങുന്നത്. വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പട്ടാളം തന്നെയാണ് പട്ടാളത്തിന് ഇന്ത്യക്കെതിരെ നീങ്ങുന്നത്. അപ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസും മറ്റ് ഇൻ്റലിജൻസ് വിഭാഗങ്ങളും ഇത് ഇന്ത്യക്ക്, നമ്മളുടെ സേനാ വിഭാഗങ്ങൾക്കും പോലീസിനും മറ്റ് ഇതര ഫോഴ്സുകൾക്കും റിപ്പോർട്ട് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എയർഫോഴ്സ് പെട്ടെന്ന് തന്നെ അലർട്ടാകുകയും ഇവരുടെ മൂവ്മെൻറ്റിനെ വാച്ച് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ എയർഫോഴ്സ് ഇവർ എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് എയർഫോഴ്സ് പുറകിലൂടെ ഇവരുടെ ഒപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ സഞ്ചരിച്ച് കാൺപൂരിൽ ഗംഗാനദിയുടെ തീരത്തെത്തി. അപ്പോൾ ഈ പട്ടാളക്കാർ, സിഖ് റെജിമെൻ്റ് ഏതായാലും ഗംഗാനദിയുടെ തീരത്തെത്തി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പഞ്ചാബിലോട്ട് പോയച്ചാൽ മതി എന്ന് എഴുതി ഇവർ അവിടെ ഹാൾട്ടിങ് ആരംഭിച്ചു. ഇവർ ഹാൾട്ടിങ് തുടങ്ങിയ അതേ നിമിഷങ്ങളിൽ തന്നെ കാൺപൂരിലുണ്ടായിരുന്ന ഗൂർഖ റെജിമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പട്ടാളം ഇവരെ വളയുന്നു. ഈ ഗൂർഖ റെജിമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പട്ടാളം ഇവരെ വളഞ്ഞുകൊണ്ട് ഇവർക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ്. ഈ റിക്രൂട്ട്സ് അവരിങ്ങോട്ടും ഫയർ ചെയ്യുന്നുണ്ട്. ഈ പട്ടാളം, ഒരു രാജ്യത്തിലെ പട്ടാളം പരസ്പരം ഏറ്റുമുട്ടുന്നു. അപ്പോൾ നിരവധി കാഷ്വാലിറ്റീസ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ച്. പക്ഷേ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ചങ്കുറപ്പ് വീണ്ടും മറ്റു മേഖലകളിൽ നിന്നും സൈന്യത്തെ എത്തിച്ചുകൊണ്ട് അവിടെ കീഴടങ്ങാൻ സന്നദ്ധതയുള്ളവർക്ക് മെസ്സേജ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കീഴടങ്ങണമെന്നും കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ വെടിവെച്ചുല്ലോ എന്നുള്ള ആജ്ഞാപിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം മുന്നേറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവൻ വേണ്ടവരെല്ലാം കീഴടങ്ങി. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള സിഖ് പട്ടാളത്തിലെ, സിഖ് റെജിമെൻറ്റിലെ റിക്രൂട്ട്സ് എല്ലാം കീഴടങ്ങി. ജീവനോടെയുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ട് ലക്നൌവിലോട്ടാണ് വരുന്നത്. മരിച്ചവരെല്ലാം മരിച്ചു. അങ്ങനെ ഈ ജീവനോട് പിടിച്ചുകൊണ്ട് വന്ന ഈ പട്ടാളക്കാരെ എന്ന് വെച്ചാൽ ആർമി ആക്റ്റും ആർമി റൂൾസും ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കോർട്ട് മാർഷൽ ചെയ്യുകയാണ്. ഈ ആദ്യം സൈനിക ജയിലിലോട്ടും പിന്നെ ഇത് സിവിൽ ജയിലിലോട്ടും ഇവരെ വിടുന്നതാണ് ഈ പട്ടാളക്കാരെ. അപ്പോൾ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്ദിരാഗാന്ധി മരിച്ച്, ഈ സംഭവത്തിനൊക്കെ ശേഷമാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. ഈ സിഖ് മ്യൂട്ടിനിക്ക് ശേഷമൊക്കെയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണം. ഇന്ദിരാഗാന്ധി മരിക്കുന്നത് ഒക്ടോബർ 31-നല്ലേ? ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. അതിക്ക് മുൻപാണ് ഈ സംഭവങ്ങളെല്ലാം, ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നതും ഇന്ദിരാഗാന്ധി ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും. പക്ഷേ ഈ ന്യൂസുകളൊന്നും രാജ്യത്ത് അധികം സ്പ്രെഡായിട്ടില്ല ആളുകൾക്ക്. എന്ന് വെച്ചാൽ രാജ്യം നടത്തിയ ഒരടി എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ കെൽപ്പാണത്. ലോകത്തിൽ ഒരു രാജ്യത്തിനും ഈ ഒരു അവസ്ഥ വരെയില്ല, വന്നാൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ഒരു രാജ്യത്തിൻ്റെ സൈന്യം ആ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ ഒരിക്കലും ഭരണാധികാരികൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ
അക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ഇത് കൺട്രോൾ ചെയ്യാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി മരിച്ചു. ഈ മറ്റ് പിടിക്കപ്പെട്ട പട്ടാളക്കാരെല്ലാം ജയിലിലായി. പക്ഷേ ഈ ജയിലിലായതിനു ശേഷം ശിരോമണി അകാലിദൾ കേസ് നടത്തുകയാണ്. ശിരോമണി അകാലിദൾ ഈ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇടുന്നുണ്ട് അവർ. പഞ്ചാബ് ഹൈക്കോടതി തുടങ്ങിയാണ് കേസ് പോകുന്നത്. ചണ്ഡീഗഡിൽ തുടങ്ങിയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ആ കേസിൽ ഇവർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അന്ന് ഈ മ്യൂട്ടണിയിൽ പങ്കെടുത്ത സൈനികരൊന്നും ട്രെയിൻഡ് സോൾജിയർ ആയിരുന്നില്ല. അവർ ചെറുപ്പം പിള്ളേരായിരുന്നു, സിവിലിൽ നിന്ന് വന്ന് ആർമിക്കാരായവരാണ്. പക്ഷെ അവർക്ക് കിട്ടിയ മിസ്ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത്. മിസ്ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കുറ്റവിമുക്തരാക്കി രണ്ടാമത് സൈന്യത്തിലേക്ക് നിയമിക്കണമെന്ന് ഈ ശിരോമണി അകാലിദൾ കേസ് നടത്തി. അവരുടെ കേസ് വിജയിച്ച്. ശിരോമണി അകാലിദളിൻ്റെ കേസ് വിജയിക്കുകയാണ്. ആ കേസ് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ ജീവനോടെ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പട്ടാളക്കാരെ രണ്ടാമത് സൈന്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അന്നൊരു അതിൻ്റെ അകത്ത് രണ്ടാമത് കൊണ്ടുവരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു പോളിസി വെച്ച് ഇവരെല്ലാം ഏത് റെജിമെൻറ്റിലായിരുന്നെന്ന് സിഖ് റെജിമെൻറ്റിലായിരുന്നു. സിഖ് റെജിമെൻറ്റിലെ പട്ടാളക്കാരാണ്. പക്ഷേ ഇവരെ പല സിഖ് റെജിമെൻറ്റിലേക്ക് ആരെയും വിട്ടില്ല. ഇവരെ പല പല റെജിമെൻറ്റുകളിലേക്ക് വിട്ട്. 5 പേരെ മദ്രാസ് റെജിമെൻറ്റിലേക്ക് വിട്ട്, 5 പേരെ ആർമി മെഡിക്കൽ കോറിലേക്ക് വിട്ട്, 5 പേരെ ആർമി സപ്ലൈയിലേക്ക് വിട്ട്, 5 പേരെ ഈ രജപുത്താന റെജിമെൻറ്റിലേക്ക് വിട്ട്, 5 പേരെ മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിലേക്ക് വിട്ട്. ഇങ്ങനെ ഇവരെ മിക്സാക്കി അലകലകാക്കി കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പല പല റെജിമെൻറ്റുകളിലേക്ക് ഇവരാക്കി കളഞ്ഞു. അതിൽപ്പെട്ട ഒരു പട്ടാളക്കാരനാണ് ഈ സുഖവിന്ദർ സിംഗ് എൻ്റെ കൂടെ സർവീസ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ വളരെ സീനിയറായിട്ടുള്ളൊരു പട്ടാളക്കാരൻ. പക്ഷേ ഇവൻ അവൻ നായിക്കാണ്, പ്രൊമോഷൻ കിട്ടി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇവനെങ്ങനെ ഇത്രയും സീനിയറായിട്ട് ഇവന് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇവനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് ഇവൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് മനസ്സിലാകുന്നത്. പഞ്ചാബ് നമ്മൾ സഞ്ചരിക്കുന്നത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ എന്നുള്ള കാര്യം ഓർമ്മ വേണം. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ ആ ഇത് മാഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ പഞ്ചാബിലെ മണ്ണ് ചുവന്ന് രക്തം വീണ് ചുവന്ന മണ്ണാണ്. പഞ്ചാബിലെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ 1947 ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ പഞ്ചാബ് ചോരയിൽ കുതിർന്ന മണ്ണാണ് വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നീട് നടന്ന യുദ്ധങ്ങളിലും പഞ്ചാബ് ചുമന്നിട്ടുണ്ട്. പിന്നീട് നടന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലും പഞ്ചാബ് ചുമന്നു. ആ രക്തത്തുള്ളികൾ പഞ്ചാബിലെ മണ്ണ് എത്ര ഫലഭൂയിഷ്ടമാണെങ്കിൽ അതിൽ ചോരയുടെ മണമാണ്. അപ്പം ഞാൻ ഈ ചോരയുടെ മണം കണ്ടിട്ടാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് രവീന്ദർ സിംഗ്, ഒരു വശത്ത് സുഖവിന്ദർ സിംഗ്. അപ്പോൾ ഇവരോടൊപ്പം ആ പഞ്ചാബിലെ ആ ഓപ്പറേഷൻ രക്ഷകിൻ്റെ അവസാന ദിനങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ പട്ടാങ്കോട്, ഡാങ്കുപീർ 2 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഹിമാചൽ പ്രദേശിൻ്റെയും പഞ്ചാബിൻ്റെ അതിർത്തിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് പട്ടാങ്കോട് പോലീസ് സ്റ്റേഷൻ, തൊട്ടപ്പുറം തന്നെ ഡാങ്കുപീർ ഹിമാചൽ പ്രദേശിൻ്റെ പോലീസ് സ്റ്റേഷൻ. അവിടെയാണ് ഈ പഞ്ചാബിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഗുരുദാസ്പൂർ ജില്ലയിൽ നിന്ന് വരുന്ന അവിടെയാണ് കൂടുതൽ തീവ്രവാദികളെ ഈ നെല്ലെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ്, വളർന്നു നിൽക്കുന്ന കരിമ്പും നെല്ലെല്ലാം വിളഞ്ഞു നിൽക്കുന്ന സമയത്താണ് തീവ്രവാദികളുടെ മൂവ്മെൻറ്റ്സ് ധാരാളം സംഭവിക്കുന്നത്. അപ്പോൾ ആരും കാണത്തില്ലല്ലോ. അപ്പോൾ ഈ സമയത്തെല്ലാം അവിടെ ഈ ഓപ്പറേഷൻ രക്ഷകിൽ പിടിക്കപ്പെട്ട തീവ്രവാദികളെ അന്ന് ആർമിയേക്കാൾ കൂടുതലായിട്ട് പോലീസാണ് അവിടെ ഇടപെട്ടതെന്ന് കൂടി ഞാൻ പറയാം. ആർമി വളരെ നല്ലൊരു ഇടപെടൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ KPS ഗില്ലിൻ്റെ പോലീസ്. അപ്പോൾ അത്ര രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ 2 വിമോചന പോരാളികളായിട്ടുള്ള പട്ടാളക്കാരുടെ കൂടെ സർവീസ് ചെയ്ത ഒരു സൈനികനാണ് ഞാൻ. അപ്പോൾ ആ ഓപ്പറേഷൻ രക്ഷകിനെയും പഞ്ചാബിനെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പഞ്ചാബിലേക്ക് ഞാൻ പിന്നെയും വരുന്നുണ്ട്, അത് പിന്നെ പറയാം. പിന്നെയും ഞാൻ പഞ്ചാബിലേക്ക് സർവീസ്, എൻ്റെ 31 വർഷം സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ 2-3 ട്രിപ്പ് ഞാൻ പഞ്ചാബിൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പഞ്ചാബിലെ ഓപ്പറേഷൻ രക്ഷ കാലത്തെ എൻ്റെ ഒരു അനുഭവം.